ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻ പാർട്ടിയും തമ്മിലുള്ള വീറുറ്റ മത്സരത്തിലാണ് അമേരിക്കയിലെ ഭരണം നിർണയിക്കപ്പെടുന്നത്. അമേരിക്കയുടെ മൂല്യങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് യാഥാസ്ഥിതികമായ താൽപ്പര്യങ്ങളോടെ റിപ്പബ്ലിക്കുകൾ ജനങ്ങളെ കയ്യിലെടുക്കുമ്പോൾ, ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് താൽപ്പര്യങ്ങളിലും സ്വവർഗ താൽപ്പര്യക്കാരെയും അബോർഷനിസ്റ്റുകളെയുമൊക്കെ സ്വാധീനിച്ചും മാധ്യമപ്പടകളെ വിലക്കെടുത്തും നിഗൂഢമായ പല പ്രവണതകളോടും സന്ധി ചെയ്തുമാണ് ഡെമോക്രാറ്റുകൾ തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപിനെതിരെ ബൈഡൻ രംഗത്ത് വന്നപ്പോഴും ട്രംപിനെ മാറ്റി കമലാ ഹാരിസിനെ ഇറക്കിയപ്പോഴും മാധ്യമങ്ങളെ മുഴുവൻ വിലക്കെടുത്തുകൊണ്ടും ലിബറൽ ഇസ്ലാമിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിച്ചുമായിരുന്നു ഡെമോക്രാറ്റുകൾ തുറുപ്പുചീട്ടിറക്കിയത്. എന്നാൽ യാഥാസ്ഥിതിക ചിന്തകളിലേക്കും മൂല്യാധിഷ്ഠിതമായ ദേശീയ ബോധത്തിലേക്കും മടങ്ങിവരാൻ ആഗ്രഹിച്ച നിഷ്പക്ഷ വിഭാഗം ട്രംപിനൊപ്പം നിന്നതിനാൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ട്രംപ് വിജയിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ട്രംപിന് നേരെയുണ്ടായ 2 വധശ്രമത്തിൻ്റെയും പിന്നിൽ ഡെമോക്രാറ്റുകൾക്ക് വ്യക്തമായ സ്വാധീനമുണ്ടെന്ന് പലവട്ടം ട്രംപും അനുയായികളും വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഇപ്പോഴിതാ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തലമുതിർന്ന നേതാവും മുൻ പ്രസിഡന്റുമായ ബറാക് ഒബാമയ്ക്കെതിരെ 2016 തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് 1ാം തവണ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട 2016 ഇലക്ഷനെ അട്ടിമറിക്കാനായി റഷ്യയുമായി ചേർന്ന് ബറാക് ഒബാമ കരുനീക്കങ്ങൾ നടത്തിയെന്നാണ് ട്രംപ് ഉന്നയിക്കുന്ന ആരോപണം. കഴിഞ്ഞ ഭരണത്തിൽ മുൻ പ്രസിഡന്റ് ബൈഡനെ മുന്നിൽ നിർത്തി അമേരിക്കയുടെ ഭരണം നിർവഹിച്ചിരുന്നത് വൈസ് പ്രസിഡന്റായിരുന്ന കമലാ ഹാരിസ് ആയിരുന്നെങ്കിൽ കമല പൂർണ്ണമായും ഒബാമയുടെ ആജ്ഞാനുവർത്തി മാത്രമായിരുന്നു. അത്തരത്തിൽ രംഗപടത്തിന് പിന്നിലിരുന്ന് ഡെമോക്രാറ്റുകളെ ചൂണ്ടുവിരൽ കൊണ്ട് നിയന്ത്രിച്ചിരുന്ന ഹൈക്കമാൻഡ് പവറായിരുന്ന ബറാക് ഒബാമയ്ക്കെതിരെയാണ് ഇപ്പോൾ പ്രോസിക്യൂട്ട് നടപടികൾക്കൊത്ത കടുത്ത ആരോപണവുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. ചൊവ്വാഴ്ച ഓവൽ ഓഫീസിൽ ഫിലിപ്പൈൻസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ തന്റെ ദീർഘകാല എതിരാളിയായ ഒബാമ ഒരു ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയതായി ട്രംപ് ആരോപിച്ചു. സംഘത്തിന്റെ നേതാവ് പ്രസിഡന്റ് ഒബാമയായിരുന്നു, ബരാക് ഹുസൈൻ ഒബാമ എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. നിയമവിരുദ്ധവും ഭയാനകവുമായ പ്രവൃത്തിയിലൂടെ ഡെമോക്രാറ്റുകൾ തന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തെ അപഹരിക്കാൻ ശ്രമിച്ചുവെന്നും അതിന് തന്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ടെന്നും രാജ്യദ്രോഹപരമായ പ്രവൃത്തിയായിരുന്നു ഡെമോക്രാറ്റുകൾ ചെയ്തതെന്നും വ്യക്തമാക്കിക്കൊണ്ട് ഒബാമയ്ക്കെതിരെ നിശിതമായ വിമർശനം അഴിച്ചുവിട്ടുകൊണ്ടായിരുന്നു ട്രംപിന്റെ ഈ പ്രസ്താവന വന്നതിന്റെ തൊട്ടുപിന്നാലെ ബറാക് ഒബാമയെ അറസ്റ്റ് ചെയ്യുന്നതായി ചിത്രീകരിച്ച് AI സാങ്കേതിക വിദ്യയിലുണ്ടാക്കിയ വീഡിയോയും ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടു. ആരും നിയമത്തിന് അതീതരല്ലെന്ന് ഒബാമ പ്രസംഗിക്കുന്നതും ട്രംപും ഒബാമയും ഓവൽ ഓഫീസിലിരിക്കുന്നതും 2 FBI ഏജന്റുമാർ ഒബാമയെ വിലങ്ങുവയ്ക്കുന്നതും ജയിലിനുള്ളിൽ തടവുകാരുടെ ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ഒബാമ നിൽക്കുന്നതും വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. കടുത്ത നീക്കങ്ങൾക്കാണ് ട്രംപ് ഒരുങ്ങുന്നതെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ആയതിനെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറായ തുൾസി ഗബാർഡും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഒബാമയ്ക്കെതിരെ വ്യക്തമായ തെളിവുകൾ തങ്ങളുടെ കൈവശമുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തുളസി ഗബാർഡ് പ്രോസിക്യൂഷൻ ഭീഷണി മുഴക്കുമ്പോൾ ഒബാമയെ ജയിലിൽ അടയ്ക്കാൻ തന്നെയാണ് ട്രംപ് പദ്ധതിയിടുന്നതെന്ന് കൂടുതൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. 2016 ട്രംപിന്റെ വിജയവും പ്രസിഡന്റ് സ്ഥാനം അട്ടിമറിക്കാൻ ഒബാമ ഭരണകൂടം നടത്തിയ ഗൂഢാലോചനയുടെ തെളിവുകൾ ക്രിമിനൽ റഫറലിനായി നീതിന്യായ വകുപ്പിന് കൈമാറുകയാണെന്നും പ്രസിഡന്റ് ട്രംപിനെതിരെ വർഷങ്ങളായി നടന്ന അട്ടിമറിക്ക് അടിത്തറ പാകുന്നതിനായി പ്രസിഡന്റ് ഒബാമയും അദ്ദേഹത്തിന്റെ ദേശീയ സുരക്ഷാ ക്യാബിനറ്റ് അംഗങ്ങളും കൃത്രിമമായി ഇന്റലിജൻസ് നിർമ്മിക്കുകയും രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്തു എന്നും തുളസി ഗബാർഡ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ട്രംപ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. തുളസി ഗബാർഡ് ആകട്ടെ മുൻ ഡെമോക്രാറ്റ് ആയിരുന്നുവെന്നതും അവിടെ നിന്ന് പിൻവാങ്ങി റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ അംഗമായതാണെന്നുമുള്ള വസ്തുതകൾ ആരോപണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. 2016 മുതൽ US ഇന്റലിജൻസ് കമ്മ്യൂണിറ്റി കൃത്രിമമായി കൈകാര്യം ചെയ്യുകയും തടഞ്ഞുവയ്ക്കുകയും ചെയ്തതായി ആരോപിക്കപ്പെടുന്ന വിവരങ്ങളുടെ ഒരു ടൈം ലൈൻ വിവരിക്കുന്ന ഒരു മെമ്മോ കൂടി ഗബാർഡിന്റെ ഓഫീസ് പുറത്തിറക്കിയിട്ടുണ്ട്. അമേരിക്കൻ ജനതയുടെ ഇഷ്ടം അട്ടിമറിക്കാനും പ്രസിഡന്റിന്റെ ഉത്തരവ് നിറവേറ്റുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടയാനും ഒബാമയും വൈറ്റ് ഹൗസിന്റെ ഉയർന്ന തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥർ നടത്തിയ രാജ്യദ്രോഹപരമായ ഗൂഢാലോചനയെ ഈ രേഖകളിൽ വിശദീകരിക്കുന്നുണ്ട്. റഷ്യാഗേറ്റ് തട്ടിപ്പെന്ന് വിശേഷിപ്പിച്ച ഒരു മന്ത്രവാദ വേട്ടയുടെ ഇരയാണ് താനെന്ന് ട്രംപ് മുൻപ് പലവട്ടം പ്രസ്താവിച്ചിട്ടുണ്ട്. ട്രംപിനെ സഹായിക്കാൻ റഷ്യ 2016 തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന് നിലവിലെ CIA ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫ് മുമ്പ് വ്യക്തമാക്കിയിരുന്നു. അതേ തുടർന്ന് കോൺഗ്രസിന് തെറ്റായ പ്രസ്താവനകൾ നൽകിയതിന് FBI മുൻ ഡയറക്ടർ ജെയിംസ് കോമിയും മുൻ CIA ഡയറക്ടർ ജോൺ ബ്രെന്നനും അന്വേഷണത്തിലാണെന്ന മാധ്യമ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നു. അതോടെയാണ് തുളസി ഗബാർഡ് രംഗത്തെത്തിയത്. 2016 ഒബാമയുടെ
രണ്ടാം തവണയുടെ അവസാന ദിവസങ്ങളിൽ റഷ്യ ട്രംപിന് അനുകൂലമായി ഫലങ്ങൾ മാറ്റാൻ ശ്രമിച്ചുവെന്ന് CIA നിഗമനത്തിലെത്തിയിരുന്നു. റഷ്യൻ നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും രാജ്യത്തിന്മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് ഒബാമ അന്ന് അതിന് മറുപടി നൽകിയത്. 2017 തെരഞ്ഞെടുപ്പിലെ റഷ്യൻ സ്വാധീനത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നു. എന്നാൽ പ്രസിഡന്റ് ഒബാമയും അദ്ദേഹത്തിന്റെ ദേശീയ സുരക്ഷാ ക്യാബിനറ്റ് അംഗങ്ങളും പ്രസിഡന്റ് ട്രംപിനെതിരെ വർഷങ്ങളായി നടത്തിയ അട്ടിമറിക്ക് അടിത്തറയിടുന്നതിന് കൃത്രിമമായി ഇന്റലിജൻസ് നിർമ്മിച്ച് അതിനെ രാഷ്ട്രീയവൽക്കരിച്ചു എന്നതിന് കൃത്യമായ തെളിവുകൾ കയ്യിലുണ്ടെന്നാണ് ഗബ്ബാർഡിന്റെ ഓഫീസ് അവകാശപ്പെട്ടത്. US ജനാധിപത്യ പ്രക്രിയയിലുള്ള പൊതുജന വിശ്വാസം തകർക്കുക, സെക്രട്ടറി ക്ലിന്റനെ അപകീർത്തിപ്പെടുത്തുക, അവരുടെ തെരഞ്ഞെടുപ്പ് സാധ്യതയുള്ള പ്രസിഡന്റ് സ്ഥാനത്തിനും ദോഷം വരുത്തുക എന്നിവയായിരുന്നു റഷ്യയുടെ ലക്ഷ്യങ്ങൾ എന്ന് 2017 അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് വിലയിരുത്തിയിരുന്നു. എന്നാൽ ഇതെല്ലാം ഒബാമയുടെ നേതൃത്വത്തിൽ നടന്ന കൃത്രിമ സൃഷ്ടിയാണെന്നാണ് തെളിയുന്നത്. അന്ന് 2016 തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ മോസ്കോ ഉപയോഗിച്ച നടപടികളെക്കുറിച്ചുള്ള ഇന്റലിജൻസ് വിലയിരുത്തലുകൾക്ക് പിന്നിൽ ഒബാമയാണെന്ന സൂചനയാണ് ട്രംപ് ആവർത്തിക്കുന്നത്. ട്രംപിന്റെ നടപടി അമേരിക്കയിൽ വലിയ പ്രകമ്പനങ്ങൾക്ക് കാരണമാകുമെന്നുറപ്പാണ്. ട്രംപിന്റെ അടുത്ത നീക്കങ്ങൾ എന്താണെന്ന് ആർക്കും വ്യക്തമല്ല. എങ്കിലും US രാഷ്ട്രീയത്തെ കീഴ്മേൽ മറിക്കാൻ പോന്ന നടപടികൾക്കാണ് ഇപ്പോൾ കളമൊരുങ്ങിയിരിക്കുന്നത്.